വരാൻ പോകുന്ന കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം, ഇത് ഞാൻ ഉപയോഗിക്കും. വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. അപ്പൊ മെട്രോ, കേരളയിൽ, വാട്ടർ മെട്രോ, ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. മെട്രോ, നേരെ നില കേരളയിൽ, ആ ഒരു സ്റ്റേഷനും ഇവിടെയാണ് വരാൻ പോകുന്നത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. നിലപാട് എന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. പാർട്ടി ആർക്കൊപ്പമാണ്, ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും വേണ്ടിയില്ല. 39 വണ്ടിയാണ് 39 വണ്ടി അവിടെ 20 മിനിറ്റ് ഇടപെട്ട് വണ്ടി. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? ഇനി എന്നെ പറ്റിച്ചാൽ വിധം മാറും. ഒരു 2 വലിയ കെട്ട് അപ്പൊ കുടുംബശ്രീയില്ലേ, കുടുംബശ്രീ 2 വലിയ കെട്ട് അപ്പോ ആയിട്ട് പോയി. കൃഷ്ണൻകുട്ടി ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും കുറുപ്പേറ്റ ആള് വളരെ ഡീസന്റാ. പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. ഷോർട്ട് 8 മണിക്ക് വീട്ടിൽ പുറപ്പെട്ട് 8:09 മണിയാകുമ്പോൾ ഷോർട്ട് കിട്ടി. അപ്പൊ 20 മിനിറ്റ് കാത്തിരിക്കുള്ളൂ, മാക്സിമം 20 മിനിറ്റാണ്. 10 മിനിറ്റ് കഴിഞ്ഞു ട്രെയിൻ വന്നു. ഒരു റിസർവേഷൻ വേണ്ട, ചെറിയ പഴയ ലാത്തിയടി തന്നെ. നിനക്ക് ഈ വാചകം ഒന്ന് കുറച്ചാലെന്താ? ഇപ്പൊ വളരെ കുറച്ചിരിക്കുക. കൊച്ചിയിലാണ് മാർക്കറ്റ്. 10 മിനിറ്റ് വാങ്ങിയതിലേക്ക് 10-25 മിനിറ്റ് കൊച്ചിയിൽ 25 മിനിറ്റ് കൊച്ചിയിൽ ഞായറാഴ്ച. അതെയോ? എനിക്കത് ഓർമ്മയില്ല. അരമണിക്കൂർ കൊച്ചിയിലെത്തി. കൊച്ചിയിൽ അപ്പം വിറ്റു. അവിടെ 10-15 അരമണിക്കൂർ അപ്പം കൊടുക്കാം. നല്ല ചൂടപ്പല്ലേ, നല്ലോണം വിറ്റു പോകും. ഏറ്റവും നല്ല മാർക്കറ്റാണ് കൊച്ചി. അങ്ങനെ പൈസ വാങ്ങി പൊട്ടിയായി ഒരു ചായയും കുടിച്ച് അവിടെ നിന്ന് കയറുക. അപ്പൊ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ കുട്ടികളാണ് കേട്ടാ. ഇതാണ് വന്നാലുള്ള സൗകര്യം. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കുട്ടിമാമ ഇനി വെച്ച് ഈ പരാമർശങ്ങളോടും ഈ കണക്കുകൂട്ടലുകളോടും വിചിത്രമായ കണക്കുകൂട്ടലുകളോടും കൂടിയാണ് കേരളം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും എന്ത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ന്യായീകരണങ്ങൾ അന്ന് നിരത്തിയത് എന്ന ചോദ്യം അതിപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുകയാണ്. പറയൂ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യാതിരുന്നത്? എടുത്തണ്ട, ആർക്കായാലും ഇച്ചിരി വെളിച്ചം തലേ കയറിക്കോട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.